3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സ്പിരിച്വാലിറ്റി. ഒന്ന് ഇങ്ങനെ അർത്ഥപൂർണമായ യവനം, 2 പ്രസാദമുള്ള സായന്തനം, 3 ശാന്തമായ മരണം. ഇതിൽ ഒടുവിൽ പറഞ്ഞ 2 കാര്യങ്ങളും ഈ സോൾലി ഡിപ്പെൻഡ് ഓൺ ദ ഫസ്റ്റ് വൺ. അർത്ഥപൂർണമായ യവനത്തിന് തുടർച്ച മാത്രമാണെന്ത്? ഈ പ്രസാദമുള്ള വാർദ്ധക്യവും ശാന്തമായ മരണം. ഞങ്ങൾക്കൊക്കെ ഇനിയൊരു ഊഴമില്ല. ഭേദപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ച ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട്, പക്ഷേ ഇല്ല. പഴയ സെൻ പാരമ്പര്യത്തിനകത്ത് ഒരു ഇത്തിരി വഴിതെറ്റിപ്പോയ ഒരു ചെറുപ്പക്കാരനെ ഉപദേശിക്കാനായിട്ട് ഒരു ബുദ്ധഗുരു വരുന്നുണ്ടാവും. വൃദ്ധനായ മനുഷ്യനാണ്. ഈ ചെറുപ്പക്കാരൻ നല്ല മനുഷ്യൻ തന്നെ, സ്നേഹമൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ കണക്ക് ഇങ്ങനെ ട്രാക്ക് പതുക്കെ തെറ്റിപ്പോകുന്നുണ്ട്. രാത്രി ഇവർ ഒരുമിച്ച് കിടന്നുറങ്ങി പുലരിയിൽ പിരിയാൻ നേരത്ത് ഈ മനുഷ്യൻ തൻ്റെ ചെരുപ്പിങ്ങനെ ഇടാനായിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പതുക്കെ ആ ചെരുപ്പ് ഇയാളുടെ വിറക്കുന്ന കാൽപാദങ്ങളിലേക്ക് വെച്ചു കൊടുത്തു. അപ്പോൾ ഈ മനുഷ്യൻ ഈ ചെറുപ്പക്കാരനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഈ സ്വന്തം ചെരുപ്പ് പോലും നമുക്കിടാൻ പറ്റാത്തൊരു സമയം വരും. അപ്പോൾ അതൊക്കെ പറ്റുന്ന സമയത്ത് ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ധാരണ ഉണ്ടായാൽ നല്ലതാണ്. അതിനകത്തു നിന്നാണ് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ പുതിയ പ്രകാശം വന്ന് വീഴുന്നത്. ആ പറ്റുന്ന പ്രായത്തിനെയാണ് ഞാൻ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കൊന്നും ഇനി റിപ്പൻറ്റ് ചെയ്യാനല്ലാതെ ഒന്നിനകത്തും നേരമില്ല. പക്ഷെ മക്കൾക്ക് ചില കാര്യങ്ങൾ മുമ്പോട്ട് പോകാനായിട്ടുള്ള പ്രേരണയും പരിശ്രമമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ 3 അപരാധങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. 1 അജ്ഞത, 2 അശ്രദ്ധ, 3 അഹന്ത.